ചൊല്ല് ദേവനെ നീ കണ്ടോ ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ. ഹായ്, എല്ലാവർക്കും പൊന്നോസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്താ ഈ പാട്ട് പാടിയെന്ന്? ഇന്ന് ചെമ്പരത്തിപ്പൂ വെച്ചൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഈ ചെമ്പരത്തിപ്പൂവിന്റെ കുറച്ച് ഗുണങ്ങൾ ഞാൻ പറയാം. വൈറ്റമിൻ സിയുടെയും ധാതുക്കളുടെയും കലവറയാണ് ഈ ചെമ്പരത്തിപ്പൂ. അതുപോലെ തന്നെ കൊളസ്ട്രോള്, പ്രമേഹം, നാഡീഹൃദയ രോഗങ്ങൾ ഇവയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഈ ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചു വരുന്നുണ്ട്. ത്വക്ക് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാനുള്ള ഒരു പ്രതിരോധ മാർഗം കൂടിയാണ്. എന്നാൽ നമുക്ക് പോവാം കിച്ചണിലേക്ക്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ ഇന്ന് ചെമ്പരത്തിപ്പൂ വെച്ചൊരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ചെമ്പരത്തിപ്പൂ 30, വെളിച്ചെണ്ണ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കടുക് പൊടിച്ചത്, കായപ്പൊടി, കടുക്, വിനാഗിരി, ഉപ്പ്, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് 2 എണ്ണം, ഇഞ്ചി ചെറിയൊരു കഷ്ണം കൊത്തിയരിഞ്ഞത്, വെളുത്തുള്ളി 4 അല്ലി കൊത്തിയരിഞ്ഞത്. ഈ ചെമ്പരത്തിപ്പൂ ആദ്യം തന്നെ ഞെട്ട് കളഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ ചെമ്പരത്തിപ്പൂ മുറിക്കുമ്പം നമ്മൾ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പൂമ്പൊടിയുടെ ഭാഗവും ഈ ഞെട്ടിന്റെ ഭാഗവും നമ്മൾ മാറ്റണം. നമുക്ക് ആവശ്യം ഈ ഇതളുകൾ മാത്രമാണ്. ഇത് മാറ്റിയിട്ട് നമുക്ക് ഈ ഇതളുകൾ അരിഞ്ഞെടുക്കാം. അങ്ങനെ നമുക്ക് മുഴുവനായിട്ടും അരിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ മുഴുവൻ ചെമ്പരത്തിപ്പൂവും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിക്കാം. ചെറിയൊരു ചീനിച്ചട്ടി എടുത്ത് നമുക്ക് അടുത്തേക്ക് വെക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മാക്സിമം കുറച്ച് വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 സ്പൂണ് ഇഞ്ചി. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചെറുതായി മുരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പം എല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചീനിച്ചട്ടിയിലേക്ക് ചെമ്പരത്തിപ്പൂ ഇട്ടിട്ട് വാട്ടിയെടുക്കാം. ചെമ്പരത്തിപ്പൂ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം.
ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കടുക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ വഴറ്റി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ആക്കണം. ഗ്യാസ് ഓഫ് ആക്കിയതിനു ശേഷം നമുക്ക് ചെമ്പരത്തിപ്പൂ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ചെമ്പരത്തിപ്പൂ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അച്ചാർ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളും ഹെൽത്തിയുമായ ഒരു അച്ചാറാണിത്. ഇത് ചോറിൻ്റെ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ എന്തെങ്കിലും അടിപൊളിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അത്രേ പറയാനുള്ളൂ. ഇന്നത്തെ എൻ്റെ റെസിപ്പിയും എൻ്റെ ഈ കുഞ്ഞു ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ പുതിയ വീഡിയോകൾ കൂടെ കാണാനായി ആ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. താങ്ക് യു.